കൊടൈക്കനാലിൽ ഇപ്പം നല്ല തണുപ്പാണെന്നാണ് കേട്ടെ. അപ്പം പെട്ടെന്നൊന്ന് കൊടൈക്കനാലിൽ പോയി വന്നാലോ, അതും ഫാമിലി ആയിട്ട്. പിന്നെ ഒന്നും നോക്കില്ല, റിസോർട്ട് ബുക്ക് ചെയ്തു. ഞങ്ങൾ അതിരാവിലെ തന്നെ കോഴിക്കോട് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. മീൻ വയൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞാനും അനിയത്തിയും നൂൽപുട്ടാട്ടോ ഓർഡർ ചെയ്തത്. ഹസ്ബൻഡ് അനിയനും നൈസ് പത്തിരിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളെല്ലാവരും കോമൺ ആയിട്ട് മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നല്ല ചൂടുള്ള ചായ, കോഫി അങ്ങനെയല്ല, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഞങ്ങൾ കഴിച്ചത് തമിഴ്നാട് കേരള ബോർഡർ നിന്നാണ്. അപ്പം 2 സ്റ്റേറ്റിൻ്റെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വിശപ്പ് മാറി, പ്ലസ് നല്ല നല്ല ചൂടുണ്ടായിരുന്നു. ഫുഡിനൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ഒരാൾ ഉറക്കം തുടങ്ങി, ഞങ്ങൾക്കൊക്കെ ബോറടിച്ചു. ഇവിടുന്ന് ഏകദേശം കോഴിക്കോട് നിന്ന് അവിടെ എത്താൻ 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അതിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂറും കൂടി എടുക്കും. പിന്നെ ബ്ലോക്ക് എല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ 10 മണിക്കൂർ എടുത്തു ടൈം. പോണ വഴിയൊക്കെ റോഡൊക്കെ നല്ല മോശം റോഡുകളും ഉണ്ട്, നല്ല റോഡുകളും ഉണ്ട്. ഒരുപാട് പേര് ഇവിടുന്ന് പഴനിക്ക് നടന്നു പോകുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മീൻവയൽ പിന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി. ഹൈവേയുടെ സൈഡിലുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ടീയോ കോഫിയോ ലൈമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 4 മണിക്കെങ്കിലും അവിടെ ചെക്ക് ഇൻ ചെയ്യണമെന്നുണ്ട്. ഈവനിങ് എത്തുമോ നോക്കാമെന്ന് വിചാരിച്ച് പോയി. ഞങ്ങൾ 3:50 അങ്ങനെ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇതാ ഹോട്ടലിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹോട്ടലല്ല, ഒരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ക്രെയ്ഗ്മോർ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. പോണേനെ തലേന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നമുക്ക് നല്ല ഡിസ്കൗണ്ടിലൊക്കെ തന്നെ കിട്ടി 2 റൂംസ്. അപ്പം നമ്മളിങ്ങനെ ഹോട്ടലിലെ റിസപ്ഷൻ ഏരിയാസിലോട്ട് നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ റിവ്യൂ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇതന്നെ ബുക്ക് ചെയ്തു. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 2 ഹെറിറ്റേജ് റൂംസ് ആണ്. അതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പം ബൈ.